അറിഞ്ഞാൽ മാത്രമേ അമ്മയാവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മറ്റേ സാധനം ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അമല അപ്പോൾ അമ്മയായി, നയൻതാരയും അമ്മയായി. എന്താ വ്യത്യാസം എന്നറിയോ? അറിയില്ലേ? ഒരാൾ പ്രസവിച്ചു, ഒരാൾ പ്രസവിച്ചില്ല. അപ്പൊ പെണ്ണുങ്ങൾ ഇഷ്ടമുള്ള പോലെ പ്രസവിക്കട്ടെ, സറോഗസി ആയിക്കോട്ടെ, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, സീസേറിയൻ ആയിക്കോട്ടെ, ഇനി അബോർട്ട് ചെയ്യണമെങ്കിൽ അതും ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. അമല അപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറയുണ്ടായി, എല്ലാവരും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകണം, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ഈ പ്രഗ്നൻസി അതിൽ കൂടെ നമ്മൾ ഗോയിങ് ത്രൂ ആ ഒരു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അനുഭവിക്കണം എന്നുകൊണ്ട് അമല അപ്പോൾ പറഞ്ഞു. ഇത് വളരെ മനോഹരമായ സ്റ്റേജ് ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. 9 മാസം വരെ ജോലിക്ക് പോയിട്ട് പിറ്റേ ദിവസം പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട്. അവര് ആ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് വെച്ചാൽ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോസസ്സാണ്. വീട്ടിൽ നിന്നുള്ള പ്രശ്നം, വർക്ക് പ്രഷർ, ഇതിന്റെ ഇടയിലാണ് ഇവർ ഈ വയറും പിടിച്ച് ബസ്സിലും കയറി സ്കൂട്ടറിലും കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അമലാപ്പോളിനെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ല. അതായത് അമലാപ്പോൾ ഈ പ്രസവ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് മുഴുവൻ അത്ര പോഷായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ്. അതായത് അമലാപ്പോൾ ധ്യാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് മുഴുവനും പല പല സ്ഥലങ്ങളിലാണ് അവള് ആ ലൈഫ് കൊണ്ടുപോയത്. ഒരു 10 മാസം ഭർത്താവാണെങ്കിലും കൂടെ എല്ലാ സപ്പോർട്ടിനും നിന്നു. അപ്പൊ ഈ ഒരു സപ്പോർട്ട് എല്ലാം നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ സാധാരണ സ്ത്രീകൾ നോർമൽ ഡെലിവറി എപ്പോഴും ചൂസ് ചെയ്യുമല്ലോ. കാരണം അവരുടെ ഈ നമ്മളെല്ലാവരും പറയും പോസ്റ്റ്മോർട്ടംസ്, ഡിപ്രഷൻ, ഓൾ ദോസ്. അതുകൊണ്ടാണ് ചിലപ്പോൾ കൂടുതൽ സെലിബ്രിറ്റീസ് നോർമൽ ഡെലിവറിക്ക് പകരം സറോഗസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നത്. മെറിന്റെ അഭിപ്രായം എന്താ? ഒരു അമ്മയാകുക എന്നുള്ളത് വേറെ ആർക്കും ഇല്ലാത്തൊരു ഓപ്ഷൻ അല്ലേ, അതൊരു സ്ത്രീക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ ആ ത്രൂ ഔട്ട് എല്ലാ ഫേസിലും പോവുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ വേറൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുമല്ലേ ഒരു യൂട്രസ്, അതാണ് സറോഗസി. അപ്പൊ റെന്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ അല്ലല്ലോ, ആ ഒരു ഫീൽ അല്ലേ. ഇതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയും. കാരണം ഈ നയൻതാര ഇപ്പൊ സറോഗസിയാണ്, വാടക ഗർഭപാത്രത്തിലൂടെ 2 കുട്ടികൾക്ക് ഉയരും ഉലകവും അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആയി. പക്ഷെ എന്തുകൊണ്ട് നയൻതാര അത് ചൂസ് ചെയ്തു ആ ഒരു ഓപ്ഷൻ നമുക്ക് ആർക്കും അറിയില്ല. ഇറ്റ് സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്. ഇനി നയൻതാരയുടെ ഗർഭപാത്രത്തിന് ചിലപ്പോൾ അതിനുള്ള കഴിവ് ഇല്ലായിരിക്കാം, എനിക്ക് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. നയൻതാര സറോഗസിയിലൂടെ വാടക ഗർഭപാത്രത്തിലൂടെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടി പോയി കമന്റ് ഇടുകയാണ്, നീക്ക് ഒരു തള്ളയാണോടി. ഇനി രണ്ടാമത്തെ, നയൻതാര ഒരു സെലിബ്രിറ്റിയാണ്, അവൾക്ക് അവളുടെ ബോഡിയാണ് അവളുടെ ടൂൾ എന്നുള്ളത്. ഇനി അങ്ങോട്ടേക്ക് അവൾക്ക് അഭിനയിക്കണമെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴാണ്ടും ശരീരം ഒടയാണ്ടും ഒക്കെ കാത്തു സൂക്ഷിക്കണം. അതാണ് അവരുടെ പ്രിയങ്ക ചോപ്രയുടെ ആ ഒരു ഇന്റർനാഷണൽ ഫെയിമിൽ നിൽക്കണമെങ്കിൽ അവർക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 2.5 വർഷം ഇതിനു വേണ്ടി മാറ്റി നിൽക്കാൻ എന്തോരം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇതൊക്കെ. അതുമല്ല, ഇപ്പൊ നയൻതാരയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പ്രിയങ്ക ചോപ്രയുടെ ഹസ്ബൻഡ്, ഇവർക്കൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാണ് നാട്ടുകാർക്ക്? അങ്ങനെ പ്രസവിച്ച് കുറച്ചുകൂടി നമ്മൾ പെയിൻ എടുത്ത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ആ കുഞ്ഞിനോട് കുറച്ചുകൂടി ആ ഒരു അമ്മയ്ക്ക് അറ്റാച്ച്മെന്റ് അത് ഭയങ്കര സാധനമായിരിക്കും. അപ്പൊ നമ്മളാണെങ്കിലും അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത്, ഞാൻ മാരീഡ് അല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞ്, എനിക്കൊരു ഡോഗ് ഉണ്ട്. അതിന്റെ ആ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് എനിക്കറിയാം എന്താണെന്ന്. അത് പ്രസവിക്കുന്നു, അതുങ്ങൾ കുഞ്ഞുങ്ങളെ കാണുന്നു. അപ്പൊ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മളൊരു പുതിയൊരു പപ്പീനെ വാങ്ങിക്കും, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നൊന്നും അല്ല കേട്ടോ. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒന്നിനെ നോക്കി വളർത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. അതിപ്പോ നമ്മൾ വീട്ടിൽ ഏതൊരു അനിമൽസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രത്തോളം വലുതായിരിക്കും. ഇപ്പൊ മെഡിക്കൽ സയൻസ് ഒക്കെ ഇത്രയും പുരോഗമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേദനയില്ലാത്ത എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ മിക്കവരും ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു 10,000 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും നടുവിൽ പ്രസവത്തിന്റെ ആ സമയമാകുമ്പോഴേക്കും. അതായത് പെയിൻ നമ്മൾ കുറെ അറിയാം, നിന്നോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവില്ല. പ്രസവ വേദന ഇപ്പൊ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന പ്രസവ വേദന 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണിയായിട്ട് പ്രസവിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. 7 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ്ലി പ്രസവ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് പറയണം, ആ കുട്ടിക്ക് അത് താങ്ങാനുള്ള കഴിവില്ല, വി ക്യാൻ ഡു എപ്പിഡ്യൂറൽ എന്ന് ഇങ്ങോട്ടേക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യണം. അതായത് ഇനി വേദന സഹിച്ച് അവൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഈ എപ്പിഡ്യൂറൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്തുള്ള ഒരു വേദന മാത്രം നമ്മൾ അറിയുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ സയൻസ് ഇമ്പ്രൂവ് ആവും തോറും വേദനയൊക്കെ ഇല്ലാത്തൊരു കാലം വരും ഇനി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ വേദനയെ നമ്മൾ അറിയാണ്ടിരിക്കണുള്ളൂ. ഈ കുട്ടി കൺസീവ് ആവണ മുതൽ നമ്മൾ തുടങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, ഈ 9 മാസം ആ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. ആ വേദന കുറയ്ക്കാനൊന്നും ഒരിക്കലും മെഡിക്കൽ സയൻസിന് പറ്റില്ല. കാരണം നമ്മൾ ഛർദ്ദിച്ചാൽ മാത്രമേ കുട്ടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് സ്കാനിങ്ങിൽ പോലും നമുക്ക് അറിയാം. ഈ സ്റ്റഡീസ് പറയുന്നത് ആ കുട്ടികൾ വയറ്റിലിരിക്കുമ്പോൾ ആ അമ്മ എന്ത് ചിന്തിക്കുന്നു അത് എഫക്ട് ചെയ്യും, എന്ത് സംസാരിക്കുന്നു അത് എഫക്ട് ചെയ്യും. അപ്പൊ ഒരു റെന്റഡ് ഔട്ട് എന്താ പറയാ ഒരു യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ നമ്മുടേതായ ബിഹേവിയേഴ്സോ നമ്മുടേതായതോ അല്ലല്ലോ അതിനെ സ്വാധീനിക്കുന്നില്ല. അതുമല്ല, ആ ഒരു ലൈക് സറോഗസിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന വ്യക്തി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ആവാം. ഇത് 2 രീതിയിലും സംസാരിക്കാം. ഇപ്പോൾ ആദ്യത്തെ കാലത്ത് C-സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്
നോർമൽ ഡെലിവറി പോരെ, സി സെക്ഷൻ വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അത് പിന്നെ ഭയങ്കര കോമൺ ആയി. സി സെക്ഷൻ ഇസ് വെരി മച്ച് കോമൺ. അതേപോലെ തന്നെ സറോഗസിയും ഭയങ്കര കോമൺ ആവാനുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം എവറിബഡി ഈസ് വർക്കിംഗ് വിമൻ. അതിന്റെ അപ്പുറത്ത് വേറെ സ്ത്രീയും കൂടി വേണമല്ലോ ഇതേ സ്ഥലം അനുഭവിക്കാൻ. സ്ത്രീ പൈസ അവർക്കൊരു ജീവിത മാർഗ്ഗമല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷെ നിർബന്ധിച്ച് സറോഗസി ചെയ്ത് തരൂ എന്ന് വിളിക്കുന്നതല്ല, അവരായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പൈസയായിട്ട് എടുക്കാം, അത് ആ സ്ത്രീയുടെ അവസ്ഥയായിട്ട് എടുക്കാം. അത് പക്ഷെ അത് ഓപ്റ്റ് ചെയ്യുമ്പോഴും അതിനും കണ്ടീഷൻസ് ഇല്ലേ. ഏറ്റവും അവരുടെ ഹൈറ്റ്, അവരുടെ കോംപ്ലക്ഷൻ, അങ്ങനത്തെ പല ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു പേഴ്സണെ എടുക്കുന്നത്. സോ അതിനകത്ത് കുറെ എക്സ്പ്ലോയിറ്റേഷൻ ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഈ പൊക്കിൾ കൊടി ബന്ധം എന്ന് പറഞ്ഞില്ലേ, നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നൊക്കെ പറയും. ഈ പൊക്കിൾ കൊടി മുറിച്ചിട്ട് കൊച്ചിനെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചിടുന്ന അമ്മമാരും ഉണ്ട്. സോ നൊന്ത് പ്രസവിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളോട് സ്നേഹം തോന്നുന്നില്ല. ഒരു പെണ്ണ് അമ്മയായി കഴിഞ്ഞാൽ അവൾക്ക് ഏതൊരു കുഞ്ഞിനെ അവിടെ ഇവിടെയും കണ്ടാലും നമ്മുടെ കുഞ്ഞിനാണ് ഓർമ്മ വരുന്നത്. എത്ര പേര് അഡോപ്റ്റ് ചെയ്ത് സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുന്നുണ്ട്. ആ കുട്ടി അറിയാണ്ട് വലുതായി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് എന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്ന്. അറിയിക്കാണ്ട് വളർത്തുന്ന. പക്ഷെ അഡോപ്ഷൻ വെച്ച് നോക്കുമ്പോൾ സ്വന്തം ജീനിലും സ്വന്തം എന്നാ ഒരു വംശം തന്നെയാണ് സറോഗസിയിലുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ട് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവരെല്ലാവരും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികളെ ഉള്ളൂ ഇതിനകത്തൂടെ. പക്ഷെ നമ്മുടെ ഒരു ഓൾഡർ ജനറേഷൻ 12ഉം 24ഉം മക്കളുള്ള ഒരു അമ്മേനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവര് ജീവിച്ചു ആൻഡ് ദേ വർ ഹാവിംഗ് മോർ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. ഇത് ഒരു എന്താ പറയുക, ഒറ്റ കുട്ടിക്ക് വേണ്ടിയും സറോഗസി എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ വിമൻസ് ഡിസിഷൻ. ആ പെണ്ണിനെ അല്ല ഞാൻ പറഞ്ഞ നമ്മുടെ വിഷയം അതല്ലെങ്കിൽ പോലും ഞാൻ പറയാണ്, ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, സ്ത്രീ കടന്നു പോകുന്ന ഈ 8 മാസം 9 മാസത്തെ പ്രോസസ്സ് കൃത്യമായി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് അത് കൃത്യമായി ആൺകുട്ടികൾക്ക് അതിനൊരു അവയർനെസ് ബോധം കൊടുത്താൽ ഒരു പക്ഷേ വളരെ മാറ്റം, സ്ത്രീകളോടുള്ള സമീപനം തന്നെ മാറിപ്പോകും, അവർക്ക് ചേഞ്ച് ആകും. പക്ഷെ എനിക്ക് തോന്നുന്നത് അമ്മമാർ പോലും കൊടുക്കുന്നില്ല. എന്തായാലും ഒരു ജീവൻ ക്രിയേറ്റഡ് ആവണ്ടല്ലോ, അതാണ് ബെറ്റർ തിങ്. അതിനേക്കാളും അതല്ലാതെ ആവുന്ന അവസ്ഥ. റൂമില് പുരുഷന്മാരും ഇനി കയറാൻ തയ്യാറാവണം. പ്രഗ്നൻസി ഭാര്യ വിവാഹം കഴിക്കുക, ഭാര്യ ഗർഭിണിയാവുക, ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് അതൊരു വളരെ കോമൺ സാധനമായിട്ടാണ് പൊതുവെ. അല്ല ശരിയല്ലേ? അവരെ സംബന്ധിച്ച് ഇത് ബോധേടല്ല. അത് കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ ഒരു പ്രോസസ് ഉണ്ട്, അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്നത് വളരെ. അതെന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ എപ്പോഴും ഒരു ബോക്സിൽ നിൽക്കുക. പക്ഷെ പെൺകുട്ടികള് കുഞ്ഞിലേ തൊട്ട് ഒരു കുട്ടീനെ വളർത്താൻ വേണ്ടി ട്രെയിൻഡ് ആണ്. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അവര് വളർന്നു വരുന്നത്. ആ കൊച്ചിനോട് വീട്ടിൽ നീ ഒരു വേറെ വീട്ടിൽ പോകാനുള്ള, നീ ഒരു കൊച്ചിനെ നോക്കാനുള്ള, ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയങ്കര പ്രൊഫഷൻ, കരിയർ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പം കൂടുതലും വിമൻ ആർ കരിയർ ഓറിയന്റഡ്. അപ്പൊ അതുകൊണ്ട് അവർക്കും ആ ഒരു സ്പെസിഫിക് രീതിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പട്ടിക്കുട്ടീനെയും കാറ്റിനെയും ഒക്കെ പെറ്റായിട്ട് ആക്കുന്നതിനേക്കാളും ഭേദം ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മുടെ ഈ സ്പീഷീസിനെ എക്സ്റ്റിങ്ക്റ്റ് ആവാതെ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.